ഹലോ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നേരത്തെ അടുക്കളയിലേക്ക്. എനിക്ക് കുറച്ച് ദിവസമായി മാങ്ങ ചാറ് തിന്നാൻ വേണ്ടിയിട്ട് കൊതിയാവണു. അമ്മ അതേ വീട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മാങ്ങച്ചാറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മാങ്ങ എല്ലാം എടുത്ത് കഴുകി പെറുക്കി ഞാൻ അരിയുവാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കി തിന്നാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഇവിടെ കുറച്ചാണ് ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ ഒരുപാട് മാങ്ങ മേടിച്ചിട്ട് ഇങ്ങനെ കുപ്പികളിലാക്കി വെക്കാറില്ല കേട്ടോ. കാരണം കുറേ ഇരുന്ന് കഴിഞ്ഞാൽ അത് തിന്നൂല കേട്ടോ, തന്നെ പൂപ്പലൊക്കെ പിടിച്ച് പോകും കേട്ടോ. പിന്നെ എൻ്റെ അമ്മ പറയാറുണ്ട്, നമ്മൾ എന്തെങ്കിലും സാധനം കുറേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ണ് നിറയും വയറ് നിറയില്ല എന്ന്. അപ്പോൾ അങ്ങനെ കണ്ണ് നിറയാനും വയറ് നിറയാനായിട്ട് കുറച്ചേരം ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാങ്ങ എടുത്താണ് അരിയുന്നത്. കുറച്ച് നേരം നിന്ന് അരിഞ്ഞുമ്പോൾ എടുത്തിട്ട് കുറച്ച് നേരം ഇരുന്ന് അരിയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാ മാങ്ങകളും ഞാൻ കുരുന്ന് അരിയുന്നുണ്ട് കേട്ടോ. അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ നല്ല ഉണ്ടമുളകാണ് അതിനകത്തേക്ക് ഇടുന്നത്. ഇതും അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കായപ്പൊടി ഉപ്പിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ. ആ അച്ചാറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് മൂടി വെച്ചു. അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ അങ്ങനെ ചീഞ്ചട്ടി വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, ഉലുവ ഇട്ടു. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറണ വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് മാങ്ങയും മറ്റേ കായപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അത് നല്ലോണം ഒന്ന് ഇളക്കി ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കൂടുതലായിട്ട് അത് വേവിക്കൂട്ടോ. കാരണം നല്ല കുഴഞ്ഞ് കഴിയുമ്പോൾ ആ മാങ്ങാച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഫൈനലായിട്ട് കുറച്ച് വിനാഗിരിയും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഉപ്പിട്ട് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ ചൂടാക്കി നല്ല ചൂട് ചോറും വഴുതനങ്ങ പൊരിച്ചതും കൂർക്ക മെഴുക്ക് പുരട്ടിയും അച്ചാറും കൂട്ടി ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് വായിൽ വെച്ചു. എൻ്റെ പൊന്നേ, എന്താ ഈ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഒരു ഫാസ്റ്റ് ഫുഡ് കഴിച്ചാലും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഉണ്ടാക്കി ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. നിങ്ങളിങ്ങനെയാണോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് തന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറയണവരും ആണെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ ബൈ. ഓക്കെ, സീ യു.